ഇനി നമുക്ക് ഓറിയന്റഡ് സർഫസുകൾ എന്താണെന്നും ഓറിയന്റഡ് സർഫസിന്റെ കേസിൽ സർഫസ് ഇന്റഗ്രൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാമെന്നും നോക്കാം. ആദ്യം അതിന്റെ ഡെഫിനിഷൻ. എ സർഫസ് S is orientable or two-sided if it has a unit normal vector n that varies continuously over S. That is, if the components of vector n are continuous at each point order triple xyz on S. ഒരു സർഫസ് എസ് ഓറിയന്റബിൾ അതല്ലെങ്കിൽ ടു സൈഡഡ് എന്ന് പറയണമെങ്കിൽ ആ സർഫസിന് ഒരു കണ്ടിന്യൂസ് യൂണിറ്റ് നോർമൽ വെക്റ്റർ ഫീൽഡ് ഉണ്ടായിരിക്കണം. വെക്റ്റർ ഫീൽഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ സർഫസിന്റെ ഒരു വെക്റ്റർ ഫീൽഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സർഫസിലെ ഓരോ പോയിന്റിലും ഒരു വെക്റ്ററിനെ അസൈൻ ചെയ്ത് കൊടുക്കുന്ന വിധത്തിലുള്ള ഒരു മാപ്പിംഗ്. ദെൻ ഇവിടെ കുറച്ച് കണ്ടീഷൻസും കൂടി ഉണ്ട്. അങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കുന്ന വെക്റ്റർ ആ സർഫസിനോട് ആ പോയിന്റിൽ നോർമൽ ആയിരിക്കണം, അതായത് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അതുപോലെ തന്നെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കണം. അങ്ങനെയുള്ള ആ വെക്റ്റർ ഫീൽഡ് ആ സർഫസ് എസ്സിൽ കണ്ടിന്യൂസ്ലി വാരി ചെയ്യണം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വെക്റ്റർ എന്നിന്റെ കമ്പോണൻസ് ആ സർഫസിന്റെ ഓരോ പോയിന്റ്സിലും കണ്ടിന്യൂസ് ആയിരിക്കണം. ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ള സർഫസുകളെയാണ് നമ്മൾ ഓറിയന്റഡ് സർഫസുകൾ എന്ന് വിളിക്കുന്നത്. നമ്മൾ സാധാരണയായിട്ട് ഇതുവരെ ഡീൽ ചെയ്തിട്ടുള്ള എല്ലാ സർഫസുകളും ഓറിയന്റഡ് തന്നെയാണ്. ക്ലോസ്ഡ് സർഫസുകൾ, അതായത് എക്സാമ്പിൾ ആയിട്ട് സ്ഫിയർ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്യൂബോയിഡ്, അങ്ങനെയുള്ള സർഫസുകളെല്ലാം അതെല്ലാം ക്ലോസ്ഡ് ആണ്. അങ്ങനെയുള്ളതെല്ലാം ഓറിയന്റഡ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ ഡീൽ ചെയ്തിട്ടുള്ള പ്ലെയിൻസ്, അതുപോലെ സിലിണ്ടർ, പാരബോളോയിഡ്, അങ്ങനെയുള്ള എല്ലാ സർഫസുകളും ഓറിയന്റഡ് തന്നെയാണ്. ദെൻ അങ്ങനെയുള്ള ഓറിയന്റഡ് സർഫസിന് 2 ചോയ്സ് ഉണ്ടായിരിക്കും. ഈ നോർമൽ വെക്റ്റർ ഫീൽഡിന് 2 ചോയ്സ് ഉണ്ടായിരിക്കും. ഒന്ന് ഔട്ട്വേർഡ് നോർമലും മറ്റൊന്ന് ഇൻവേർഡ് നോർമലും. ഇൻവേർഡ് നോർമൽ എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്യുന്ന വിധത്തിലുള്ള നോർമൽ വെക്റ്റർ ആണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ക്ലിയർ ആവണമെങ്കിൽ സ്ഫിയറിന്റെ കേസിലേക്ക് എടുക്കാം. ക്ലോസ്ഡ് സർഫസുകളിലാണ് നമുക്ക് പെട്ടെന്ന് ആ ഐഡിയ കറക്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു സ്ഫിയർ എടുക്കുന്നു, ദെൻ സ്ഫിയറിൽ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിൽ പുറത്തേക്കും അതുപോലെ തന്നെ ഉള്ളിലേക്കും യൂണിറ്റ് നോർമൽ വെക്ടേഴ്സ്, അതായത് ആ സർഫസിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് യൂണിറ്റ് നോർമൽ വെക്ടേഴ്സ് വരയ്ക്കുവാൻ സാധിക്കും. അപ്പോൾ അതിൽ ഉള്ളിലേക്ക് പോയിന്റ് ചെയ്തിട്ടുള്ള ആ ഒരു നോർമൽ വെക്റ്റർ ഫീൽഡിനെയാണ് നമ്മൾ ഔട്ട്വേർഡ് നോർമൽ വെക്റ്റർ ഫീൽഡ് എന്ന് പറയുന്നത്. അതുപോലെ ഇൻവേർഡ് നോർമൽ വെക്റ്റർ ഫീൽഡ് എന്ന് പറയുന്നത്. പുറത്തേക്ക് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള നോർമൽ വെക്റ്റർ ഫീൽഡിനെയാണ് നമ്മൾ ഔട്ട്വേർഡ് നോർമൽ വെക്റ്റർ ഫീൽഡ് എന്ന് പറയുന്നത്. ദെൻ സാധാരണയായിട്ട് ഒരു ക്ലോസ്ഡ് സർഫസിന്റെ പോസിറ്റീവ് ഓറിയന്റേഷൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഔട്ട്വേർഡ്, അതായത് പുറത്തേക്ക് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള നോർമൽ വെക്റ്റർ ഫീൽഡിനെയാണ്. സോ സാധാരണയായിട്ടുള്ള നമ്മൾ ഡീൽ ചെയ്യുന്ന എല്ലാ സർഫസുകളും ഓറിയന്റബിൾ തന്നെയാണ്, അതായത് ടു സൈഡഡ് ആണ്. അതിന് 2 തരം ഓറിയന്റേഷൻസ് പോസിബിൾ ആണ്. ഒരെണ്ണം ഔട്ട്വേർഡ്, ദെൻ അതിന്റെ നേരെ നെഗറ്റീവ് ആയിരിക്കും ഇൻവേർഡ്. ദെൻ ഓറിയന്റബിൾ അല്ലാത്ത ഒരു സർഫസിന്റെ എക്സാമ്പിൾ ആണ് മൊബിയസ് സ്ട്രിപ്പ്. അപ്പോൾ അത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലോങ് സ്ട്രിപ്പ് ഓഫ് റെക്ടാങ്കുലർ പീസ് ഓഫ് പേപ്പർ എടുക്കുക. ദെൻ അതിനൊരു ഹാഫ് ട്വിസ്റ്റ് കൊടുക്കുക. ഫുൾ ട്വിസ്റ്റ് അല്ല, ഒരു 90 ഡിഗ്രി ട്വിസ്റ്റ് അതിന് കൊടുക്കുന്നു. ദെൻ അതിൻ്റെ ഷോർട്ടർ എഡ്ജസ് ഒട്ടിക്കുക. അപ്പോൾ നമുക്കൊരു ഷേപ്പ് കിട്ടും. അതിനെയാണ് നമ്മൾ മൊബിയസ് ബാൻഡ് എന്ന് പറയുന്നത്. അത് 2 സൈഡഡ് അല്ല, അത് 1 സൈഡഡ് ആണ്. അപ്പോൾ അത് വെക്റ്റർ ഫീൽഡ്സിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആ സർഫസിൽ ഒരു പോയിന്റ് എടുത്തു എന്ന് വിചാരിക്കുക. ഒരു പോയിന്റ് P എടുക്കുന്നു. ആ പോയിന്റിലെ ഏതെങ്കിലുമൊക്കെ ഒരു ഡയറക്ഷനിലുള്ള യൂണിറ്റ് നോർമൽ വെക്റ്റർ n കൺസിഡർ ചെയ്യുന്നു. ദെൻ ഈ സർഫസിലൂടെ എഡ്ജസ് ക്രോസ് ചെയ്യാണ്ട്, ഇതിന് 2 എഡ്ജസ് ഉണ്ടായിരിക്കും, 2 സൈഡിലും ഇതുപോലെ ഉണ്ടാവും. അതാണ് നമ്മൾ എഡ്ജസ് എന്ന് പറയുന്നത്. എഡ്ജസ് ക്രോസ് ചെയ്യാണ്ട് അതേ സൈഡിലൂടെ തന്നെ നമ്മൾ ഓരോ പോയിന്റിലൂടെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി വാരി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദെൻ ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് വരിക. ഇതിങ്ങനെ പോയി നമ്മൾ എഡ്ജസ് ഒന്നും ക്രോസ് ചെയ്യാണ്ട് നേരെ തിരിച്ച് പഴയ പോയിന്റിലേക്ക് എത്തുമ്പോൾ അപ്പോൾ ഉള്ള ആ വെക്റ്റർ n നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവും. അതല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു സൈഡ് പെയിന്റ് ചെയ്യാന്ന് വിചാരിക്കുക. ഇങ്ങനെ പെയിന്റ് ചെയ്തിട്ട് പോവുക. എഡ്ജസ് ക്രോസ് ചെയ്യാൻ പാടില്ല, അതായത് ഇങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് കിടക്കാൻ പാടില്ല. ഏതെങ്കിലുമൊക്കെ ഒരു സൈഡ് ഇങ്ങനെ പെയിന്റ് അടിച്ച് പോവുക. അങ്ങനെ പെയിന്റ് അടിച്ചിട്ട് എഡ്ജസ് ക്രോസ് ചെയ്യാണ്ട് നമ്മളിങ്ങനെ പെയിന്റ് അടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ എഡ്ജസ് ക്രോസ് ചെയ്യാണ്ട് തന്നെ അതിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ പെയിന്റ് ചെയ്തിട്ടുണ്ടാവും.
അത് നമ്മുടെ സ്ഫിയറിന്റെ കേസിൽ നടക്കില്ല. അല്ലെങ്കിൽ ഒരു ഹെമിസ്ഫിയർ കൺസിഡർ ചെയ്യാം. അപ്പൊ അതിന്റെ ഉള്ളിൽ നമ്മൾ പെയിന്റ് അടിക്കുകയാണെങ്കിൽ എഡ്ജസ് ക്രോസ് ചെയ്യാണ്ട് പുറത്തത്തെ ഭാഗത്ത് പെയിന്റ് അടിക്കാൻ സാധിക്കില്ല. അതല്ലെങ്കിൽ പുറത്താണ് പെയിന്റ് ചെയ്യണേന്ന് വെച്ചാൽ ഇതാണ് അതിന്റെ എഡ്ജസ് വരുന്നത്. എഡ്ജസ് ക്രോസ് ചെയ്യാണ്ട് ഉള്ളിലും പെയിന്റ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ ക്ലോസ്ഡ് സർഫസിന്റെ കേസിലാണെങ്കിൽ ഒരു ബോളൊക്കെ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഉള്ളിൽ പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിൽ മാത്രമേ പെയിന്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അവിടെ എഡ്ജസ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് അടക്കാനുള്ള പോസിബിലിറ്റി പോലും ഇല്ല. പുറത്താണെങ്കിൽ പുറത്ത് മാത്രം. പക്ഷെ ഈ മൊബിയസ് ബാൻഡിന്റെ കേസിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു സൈഡ് പെയിന്റ് ചെയ്ത് തുടങ്ങിയിട്ട് എഡ്ജസ് ക്രോസ് ചെയ്യാണ്ട് ഇങ്ങനെ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൊത്തം അതിന്റെ എല്ലാ ഭാഗത്തും പെയിന്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് ആ ഒരു സർഫസിനെ നമ്മൾ വൺ സൈഡഡ് സർഫസ് എന്നാണ് പറയുക. അതായത് അത് ഓറിയന്റബിൾ അല്ല. അപ്പോൾ ഓറിയന്റബിൾ അല്ലാത്ത ഒരു സർഫസിന്റെ എക്സാമ്പിൾ അറിഞ്ഞിരുന്നാൽ മതി. അത് മൊബിയസ് സ്ട്രിപ്പ് ആണ്. ദെൻ നോർമലി നമ്മൾ ഡീൽ ചെയ്യുന്ന എല്ലാ സർഫസുകളും ഓറിയന്റബിൾ ആണ്. ഇനി ഓറിയന്റബിൾ സർഫസിന്റെ കേസിൽ സർഫസ് ഇന്റഗ്രൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സർഫസ് ഇന്റഗ്രൽ ഓഫ് എ വെക്റ്റർ ഫീൽഡ്. Let F be a continuous vector field defined in a region containing an oriented surface S with unit normal vector vector n. The surface integral of F across S in the direction of vector n is surface integral over S F dot ds. അതിനെ ഫ്ലക്സ് ഇന്റഗ്രൽ എന്നും വിളിക്കുന്നു. എഫ് ഒരു കണ്ടിന്യൂസ് വെക്റ്റർ ഫീൽഡ് ഓറിയന്റഡ് സർഫസ് എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു റീജിയണിൽ എഫ് ഡിഫൈൻഡ് ആണ്. ആ സർഫസിന്റെ ഏതെങ്കിലും ഒരു യൂണിറ്റ് നോർമൽ വെക്റ്റർ ഇൻവേർഡ് ഔട്ട്വേർഡ്. നോർമലി നമ്മൾ ഔട്ട്വേർഡ് ആണ് എടുക്കുന്നത്. നോർമൽ വെക്റ്റർ ഫീൽഡ് ആണ് വെക്റ്റർ എന്നും വിചാരിക്കുക. ദെൻ സർഫസ് ഇന്റഗ്രൽ ഓഫ് എഫ് അക്രോസ് എസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എൻ എന്നുള്ളത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സർഫസ് ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് ഡി എസ്. അതിനെ ഫ്ലക്സ് ഇന്റഗ്രൽ എന്നും വിളിക്കാറുണ്ട്. ദെൻ ആദ്യം ഇതിന്റെ റീമാൻ ഇന്റഗ്രൽ വെച്ചിട്ടുള്ള ഡെഫിനിഷൻസ് ഉണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരാത്തത് കൊണ്ട് നമ്മളത് സ്കിപ്പ് ചെയ്യുകയാണ്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സർഫസ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നതിലേക്ക്, ഓറിയന്റബിൾ സർഫസിന്റെ കേസിൽ സർഫസ് ഇന്റഗ്രൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം എന്നുള്ളതിലേക്ക് കടക്കുകയാണ്. അവിടെയും രണ്ട് കേസ് നമുക്ക് വരുന്നുണ്ട്. സർഫസ് z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ, z ഈക്വൽ ടു സം ജി ഓഫ് എക്സ് വൈ. അതായത് ഏതെങ്കിലും ഒരു 2 വേരിയബിൾ ഫംഗ്ഷന്റെ ഗ്രാഫായിട്ട് സർഫസിനെ ട്രീറ്റ് ചെയ്യുവാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ആ കേസിൽ ഈ സർഫസ് ഇന്റഗ്രൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം എന്ന് ആദ്യം നോക്കുന്നു. അതിനുശേഷം സർഫസിന്റെ പാരാമെട്രിക് ഫോം അതല്ലെങ്കിൽ ഈക്വലന്റ്ലി വെക്റ്റർ ഫോം അറിയുകയാണെങ്കിൽ സർഫസ് ഇന്റഗ്രൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം എന്ന് നോക്കുന്നു. അതിന്റെ ഡെറിവേഷനും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യം വെക്റ്റർ ഫീൽഡ് എഫ് ഈ ഒരു ഫോർമാറ്റിലാണെന്ന് വിചാരിക്കുക. 3 കമ്പോണൻസ് ഉണ്ടായിരിക്കും, പി ഐ പ്ലസ് ക്യൂ ജെ പ്ലസ് ആർ കെ. ദെൻ നോർമലി നമ്മൾ ഡീൽ ചെയ്യുന്ന എല്ലാ പ്രോബ്ലത്തിൽ അത് കണ്ടിന്യൂസ് ആയിക്കോളും തന്നിട്ടുള്ള സർഫസിൽ. ദെൻ സർഫസിന്റെ ഇക്വേഷൻ z ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ, അതായത് എക്സും വൈയും ഇൻഡിപെൻഡന്റ് വേരിയബിൾ, z ഒരു ഡിപെൻഡന്റ് വേരിയബിൾ. ഈ ഒരു ഫോർമാറ്റിലുള്ള ഒരു 2 വേരിയബിൾ ഫംഗ്ഷന്റെ ഗ്രാഫായിട്ട് സർഫസ് എസിനെ ട്രീറ്റ് ചെയ്യുവാൻ സാധിക്കും എന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ ആ സർഫസിന്റെ എക്സ് വൈ പ്ലെയിനിലേക്കുള്ള പ്രൊജക്ഷൻ ഡി ആണെന്നും വിചാരിക്കുക. ദെൻ സർഫസ് ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് ഡി എസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ഡി. അതിന്റെ ഇന്റഗ്രാൻഡ് വരുന്നത് മൈനസ് പി ഇൻറ്റു ജി എക്സ്. ജി എക്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് മൈനസ് ക്യൂ ഇൻറ്റു ജി വൈ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ജി വിത്ത് റെസ്പെക്ട് ടു വൈ പ്ലസ് ആർ ഡി എ. ഈ കേസിലെ നമ്മൾ ക്യാപിറ്റൽ ജി ഓഫ് എക്സ് ഇതിന്റെ ഡെറിവേഷന്റെ ജസ്റ്റ് സ്റ്റാർട്ടിങ് പറഞ്ഞതാണ്. ക്യാപിറ്റൽ ജി ഓഫ് എക്സ് വൈ സെഡ് എന്നുള്ളത് സെഡ് മൈനസ് ജി ഓഫ് എക്സ് വൈ സ്മോൾ ജി ഓഫ് എക്സ് വൈ. ദെൻ അവിടെ യൂണിറ്റ് നോർമൽ വെക്റ്റർ ഫീൽഡ് എൻ എടുക്കുന്നത് ഡെൽ ക്യാപിറ്റൽ ജി ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ അതിന്റെ നോമാണ്. ദെൻ അതിന്റെ ഡെറിവേഷൻ ഇവിടെ പറയുന്നില്ല. ഡെറിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി കിട്ടുന്നതാണ് ഈ ഒരു ഫോർമുല. പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത് ആവശ്യമുള്ളത് കൊണ്ടാണ്, ഇത് മാത്രം ആവശ്യമുള്ളൂ, അതുകൊണ്ടാണ് ഇത് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചത്. വേണമെങ്കിൽ ആ കേസിൽ വരുന്ന എന്നെ, അതായത് യൂണിറ്റ് നോർമൽ വെക്റ്റർ ഫീൽഡും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. z ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ ഈ ഒരു ഫോർമാറ്റിലാണ് ഓറിയന്റഡ് സർഫസിന്റെ റെപ്രസെന്റേഷൻ എന്നുണ്ടെങ്കിൽ അവിടുത്തെ യൂണിറ്റ് നോർമൽ വെക്റ്റർ വെക്റ്റർ n ഈക്വൽ ടു ക്യാപിറ്റൽ ഡെൽ ജി ഓഫ് എക്സ് വൈ സെഡ് ഡിവൈഡഡ് ബൈ
മോഡുലസ് ഓഫ് ക്യാപിറ്റൽ del g of xyz. അവിടെ ക്യാപിറ്റൽ G of xyz എടുക്കുന്നത് z മൈനസ് g of xy. അപ്പോൾ ചിലപ്പോൾ ഈ കേസിൽ ഒരു ഓറിയന്റബിൾ സർഫസ് തന്നിട്ട് അതിൻ്റെ ഇക്വേഷൻ z ഈക്വൽ ടു g of xy ഒരു ഫോർമാറ്റിൽ തന്നിട്ട് അതിൻ്റെ ഓറിയന്റേഷൻ വെക്ടർ തന്നെ കണ്ടുപിടിക്കുവാൻ ചിലപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇക്വേഷനും കൂടി ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിന് നേരെ മറിച്ച് സം x ഈക്വൽ ടു g of yz ഈ ഫോർമാറ്റിലാണെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ക്യാപിറ്റൽ G of xyz എന്നുള്ളത് x മൈനസ് g of yz എന്ന് എടുക്കുന്നു. ദെൻ സിമിലർലി ഇതേ ഫോർമുല തന്നെ ക്യാപിറ്റൽ del g of xyz ഡിവൈഡഡ് ബൈ മോഡുലസ്, അതിൻ്റെ മോഡുലസ് ഇതുപോലെ ചെയ്താൽ മതി n കണ്ടുപിടിക്കാൻ. അപ്പോൾ അവിടെ ഫോർമുലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും. നമുക്ക് ഈ ഒരു കേസ് മാത്രമേ ഡീൽ ചെയ്യാനുള്ളൂ. ആ കേസിലാണെങ്കിൽ x ഈക്വൽ ടു എന്നുള്ള ഫോർമാറ്റിലാണെങ്കിൽ p മൈനസ് q ഇൻറ്റു ജി വൈ മൈനസ് ആർ ഇൻറ്റു ജി സെഡ്, ഇതിന് പകരം അതായിരിക്കും ഇൻ്റഗ്രാൻഡ്. അപ്പോൾ ഇതാണ് ഒരു കേസ് z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫോർമാറ്റിൽ സർഫസിൻ്റെ ഇൻ്റഗ്രൽ സർഫസിൻ്റെ ഇക്വേഷൻ തരികയാണെങ്കിൽ നമുക്ക് സർഫസ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ ഈ ഒരു ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്ത കേസ് സർഫസിൻ്റെ പാരാമീറ്ററൈസേഷൻ അതല്ലെങ്കിൽ വെക്റ്റർ ഫോം അറിയാമെന്നുണ്ടെങ്കിൽ സർഫസ് ഇൻ്റഗ്രൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സർഫസിൻ്റെ വെക്റ്റർ ഫോം വെക്റ്റർ ആർ ഓഫ് യു വി ഈക്വൽ ടു എക്സ് ഓഫ് യു വി ഐ പ്ലസ് വൈ ഓഫ് യു വി ജെ പ്ലസ് സെഡ് ഓഫ് യു വി കെ വേർ യു വി ബിലോങ്സ് ടു സം പാരാമെട്രിക് ഡൊമൈൻ ഡി. ഇങ്ങനെയാണെങ്കിൽ സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ക്യാപിറ്റൽ എഫ് ഓവർ എസ് എന്നുള്ളത് സർഫസ് ഇൻ്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് ഡി എസ് വിച്ച് ഇസ് ഈക്വൽ ടു, അതിന് പകരം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ഡി എഫ് ഓഫ് വെക്റ്റർ ആർ ഓഫ് യു വി ഡോട്ട് വെക്റ്റർ ആർ യു ക്രോസ് ആർ വി ഡി എ. ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റ് ആണ്, ഇതൊരു വെക്ടറാണ് വരിക. എഫ് ഓഫ് ആർ ഓഫ് യു വി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഓഫ് യു വി കോമ വൈ ഓഫ് യു വി കോമ സെഡ് ഓഫ് യു വി, അതായത് എഫിലെ എക്സിന് പകരം എക്സ് ഓഫ് യു വി, വൈക്ക് പകരം വൈ ഓഫ് യു വി, സെഡിന് പകരം സെഡ് ഓഫ് യു വി, ഇത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ദെൻ അവിടെ ജെ കെ കമ്പോണൻസ് ഉണ്ടായിരിക്കും, അപ്പോൾ അതൊരു വെക്ടർ ആയിരിക്കും. അതേപോലെ ആർ യു ക്രോസ് ആർ വി, വെക്ടർ ആർ യു ക്രോസ് ആർ വി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു വെക്ടറാണ് കിട്ടുക. സോ ആ രണ്ട് വെക്ടേഴ്സിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കണം. ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സ്കേലാർ ഫംഗ്ഷൻ കിട്ടും, അതാണ് നമ്മുടെ ഇൻ്റഗ്രാൻഡ്. അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ദെൻ ഈ ഒരു ഫോമിൽ നമുക്ക് യൂണിറ്റ് നോർമൽ വെക്ടർ n കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഫോർമുല ഇതാണ്, വെക്ടർ ആർ യു ക്രോസ് വെക്ടർ ആർ വി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ ആർ യു ക്രോസ് വെക്ടർ ആർ വി. അപ്പോൾ ഈ കേസിൽ അത് സർഫസ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്ന കേസിൽ ഇത് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓറിയന്റേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മാത്രം അത് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ അത് കണ്ടുപിടിച്ചാലും എക്സ്ട്രാ ഒരു ബെനിഫിറ്റ് ആണെന്ന് മാത്രം. അപ്പോൾ ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഇവാലുവേറ്റ് സർഫസ് ഇൻ്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് ഡി എസ് വേർ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ആൻഡ് എസ് ഈസ് ദ സർഫസ് that composed of the part of the paraboloid z equal to 1 minus x square minus y square lying above the xy plane and the disk capital D equal to set of all ordered pair xy such that 0 less than or equal to x square plus y square less than or equal to 1. അപ്പോൾ അവിടെ വെക്റ്റർ ഫീൽഡ് എഫ് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ആണ്. സർഫസ് എസ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഒരു ഫോർമാറ്റിലാണ് തന്നിട്ടുള്ളത്. സെഡ് ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ആ ഒരു സർഫസിൻ്റെ എക്സ് വൈ പ്ലെയിനിലുള്ള എക്സ് വൈ പ്ലെയിനിൻ്റെ മുകൾ ഭാഗത്ത് ഈ ഡിസ്കിൻ്റെ നേരെ മുകളിലായിട്ട് വരുന്നത്, അപ്പോൾ അതിൻ്റെ ഷാഡോ കൂടി അവർ തന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ ഈസിയാണ്, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സെഡ് ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇങ്ങനെയാണെങ്കിൽ, അതല്ലെങ്കിൽ സെഡ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇങ്ങനെയാണെങ്കിൽ സർഫസ് നേരെ 0 നിന്നും താഴേക്കുള്ള പാരബോളോയിഡ് ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു, ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു. ഇങ്ങനെയുള്ള പാരബോളോയിഡാണ് നമുക്ക് കിട്ടുക.
z ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ അതിനെ ഒരു യൂണിറ്റ് z ആക്സിസിലെ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ സർഫസ്. ഇത് താഴേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് XY പ്ലെയിനിന്റെ മുകൾ ഭാഗത്തുള്ള ആ പാരബോളോയിഡിന്റെ പോർഷൻ മാത്രം മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കഷ്ണം മാത്രം മതി. ദെൻ ഇതിന്റെ ഷാഡോ വരുന്നത് ഇതിന്റെ മുകളിൽ നിന്നും ഒരു ടോർച്ച് അടിക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ കിട്ടുന്ന XY പ്ലെയിനിൽ കിട്ടുന്ന ഷാഡോയാണ്. അത് ഓൾറെഡി അവർ തന്നിട്ടുണ്ട്. 1 യൂണിറ്റ് റേഡിയസ് ഉള്ള ഡിസ്ക് ആണത്. അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. സെഡിന് പകരം ഇവിടെ 0 എന്ന് റീപ്ലേസ് ചെയ്താൽ മതി. XY പ്ലെയിനിലാവുമ്പോൾ സെഡ് കോർഡിനേറ്റ് 0 ആണ്. അപ്പോൾ സെഡിന് പകരം 0 കൊടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0. അതിൽ നിന്നും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ ബൗണ്ടറി വരിക. അപ്പോൾ 1 യൂണിറ്റ് റേഡിയസ് ഉള്ള ഡിസ്ക് ആണ് നമ്മുടെ ഷാഡോ റീജിയൻ D വരുന്നത്. ഇവിടെ ഓൾറെഡി അവരത് തന്നിട്ടുണ്ട്. ഇനി ഈ കേസിൽ സർഫസ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുവാനുള്ള ഫോർമുല സർഫസ് ഇൻ്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് ഡി എസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ഡി മൈനസ് പി ജി എക്സ് മൈനസ് ക്യൂ ജി വൈ പ്ലസ് ആർ ഡി എ ആണ്. ദെൻ ആർ എന്നുള്ളത് ഡി എന്നുള്ള റീജിയൻ സർക്കിളിൻ്റെ ഉള്ളിലുള്ള സർക്കിളുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഡിസ്ക് ആയതുകൊണ്ട് നമുക്കിത് പോളാറിൽ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി എളുപ്പം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം അതിൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കുന്നില്ല. ആദ്യം നമുക്കിവിടെ ജി എക്സ് കണ്ടുപിടിക്കാനുണ്ട്. ജി എക്സ് എന്നുള്ളത് സെഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ ആണ്. അപ്പോൾ ഇവിടുത്തെ ജി ഓഫ് എക്സ് വൈ എന്നുള്ളത് 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ് ജി ഓഫ് എക്സ് വൈ. 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. സോ ജി എക്സ് ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, അപ്പോൾ മൈനസ് 2x എന്ന് വരും. ജി വൈ ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ, അത് മൈനസ് 2y എന്ന് വരും. ദെൻ പി എന്നുള്ളത് എഫിൻ്റെ എക്സ് ഐ കമ്പോണൻറ്റ്. അപ്പോൾ പി എന്നുള്ളത് എക്സ്, ക്യൂ എന്നുള്ളത് വൈ, സിമിലർലി ആർ എന്നുള്ളത് സെഡ്. അപ്പോൾ ഇത് ഈക്വൽ ടു സർഫസ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ഡി മൈനസ് എക്സ് ഇൻറ്റു 2x മൈനസ് വൈ ഇൻറ്റു മൈനസ് എക്സ് ഇൻറ്റു മൈനസ് 2x മൈനസ് വൈ ഇൻറ്റു മൈനസ് 2y പ്ലസ് z. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻ്റഗ്രാൻഡ് ഡി എ. അപ്പോൾ 2x സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ പ്ലസ് z ഡി എ. അപ്പോൾ ഇതിനെയാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുവാനുള്ളത്. ദെൻ ഈ സർഫസ് ഇപ്പോൾ ഇവിടെ 3 വേരിയബിൾ ഉണ്ട്. അപ്പോൾ നമുക്കതിനെ 2 വേരിയബിളിലേക്ക് കൺവേർട്ട് ചെയ്യണം. സെഡിന് പകരം ജി ഓഫ് എക്സ് വൈ, അതായത് 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കണം. ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. 3 വേരിയബിൾ ഉണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ സെഡ്. ഇപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്നുള്ളത് ഇതാണ്. ഇതിൽ സെഡിന് പകരം ജി ഓഫ് എക്സ് വൈ എന്ന് റീപ്ലേസ് ചെയ്യണം. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ഡി 2x സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ പ്ലസ് സെഡിന് പകരം നമ്മൾ ഇനി ഡബിൾ ഇൻ്റഗ്രലാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എക്സും വൈയും മാത്രമേ ഉള്ളൂ. അപ്പോൾ സെഡിനെ മാറ്റിയിട്ട് എക്സിലേക്കും വൈയിലേക്കും കൺവേർട്ട് ചെയ്യണം. 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡി എ. അപ്പോൾ ഒരു എക്സ് സ്ക്വയറും ഒരു വൈ സ്ക്വയറും പോവും. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 1 ഡി എ. ഇനി നമുക്ക് പോളാറിലുള്ള ലിമിറ്റ് കണ്ടുപിടിക്കാം. ഒറിജിനിൽ നിന്നും ഈ റീജിയനിലേക്ക് എൻ്റർ ചെയ്യുന്ന വിധത്തിൽ ഒരു റേ വരയ്ക്കുന്നു. ആ റേ സ്റ്റാർട്ടിങ്ങിൽ തന്നെ റീജിയനിൽ എൻ്റർ ചെയ്തിട്ടുള്ളത് കൊണ്ട് ലോവർ ലിമിറ്റ് ആർ ഈക്വൽ ടു 0യും അപ്പർ ലിമിറ്റ് ഈ സർക്കിളിലൂടെയാണ് പുറത്തേക്ക് കിടക്കുന്നത്. 1 യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിളിൻ്റെ പോളാറിലുള്ള ഇക്വേഷൻ 1 ആണ്. ആർ ഈക്വൽ ടു 1 എന്നാണ്. സോ ആർ ഈക്വൽ ടു 0 മുതൽ ആർ ഈക്വൽ ടു 1 വരെ, അതായത് 0 to 1 ആണ് ആറിൻ്റെ വേരിയേഷൻ. ദെൻ ഫുൾ സർക്കിൾ ഉള്ളത് കൊണ്ട് തീറ്റയുടെ വേരിയേഷൻ 0 to 2π ആണ്. ദെൻ ഡി എക്ക് പകരം എല്ലാവർക്കും അറിയാം ആർ ഡി ആർ ഡി തീറ്റ. ഇനി ഇൻ്റഗ്രാൻഡ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 1 ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് എക്സിന് പകരം ആർ കോസ് തീറ്റയും വൈക്ക് പകരം ആർ സൈൻ തീറ്റ എന്നും കൊടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളത് ആർ സ്ക്വയർ പ്ലസ് 1 എന്ന് കിട്ടും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആർ സ്ക്വയർ ആണ്. അപ്പോൾ ഇതെല്ലാം ഇവിടെ കൊടുക്കുമ്പോൾ ഇൻ്റഗ്രൽ 0 to 2π
integral 0 to 1 ഇവിടെ r square plus 1 r dr d theta integral 0 to 2 pi integral 0 to 1 r cube plus r dr d theta. അപ്പോൾ നമ്മളിവിടെ ആദ്യം വിത്ത് റെസ്പെക്ട് ടു r ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രൽ 0 to 2 pi r raised to 4 by 4 plus r ൻ്റെ r square by 2 upper ലിമിറ്റും ലോവർ ലിമിറ്റും 0 to 1 d theta. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇൻ്റഗ്രൽ 0 to 2 pi 1 by 4 plus 1 by 2 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 എന്നാണ് കിട്ടുക d theta. സോ 1 by 4 plus 1 by 2 3 by 4 എന്ന് കിട്ടും. 3 by 4 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇൻ്റഗ്രൽ 0 to 2 pi d theta. സോ 3 by 4 ഇൻറ്റു തീറ്റ എന്ന് കിട്ടും 0 to 2 pi. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 3 by 4 ഇൻറ്റു 2 pi മൈനസ് 0. 2ഉം 4ഉം കൂടി ഇവിടെ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ 3 by 2 pi എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫോർമാറ്റിൽ സർഫസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എന്നുണ്ടെങ്കിൽ സർഫസ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുവാനുള്ള വഴി. ഇനി അടുത്ത കേസിലുള്ളൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് the flux of the vector field capital F of x y z equals yi plus xj plus z2zk across the unit sphere x square plus y square plus z square equal to 1. നമുക്ക് രണ്ട് തരത്തിലും ഡീൽ ചെയ്യാവുന്നതാണ്. z ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. അപ്പം അങ്ങനെ ആകുമ്പോൾ ഹെമിസ്ഫിയർ കിട്ടും. എന്നിട്ട് ഇൻറ്റു 2 ഒക്കെ ചെയ്യണം. അപ്പോൾ അതിനേക്കാളും നല്ലത് നമുക്കിതിൻ്റെ ഓറിയൻറ്റേഷൻ അറിയാം, ഇതിൻ്റെ പാരാമെട്രിക് ഫോം അറിയാം. ഓൾറെഡി നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പാരാമെട്രിക് സർഫസിൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 1 യൂണിറ്റ് റേഡിയസ് ഉള്ള സ്ഫിയറിൻ്റെ വെക്റ്റർ ഫോം ഇതാണ്. വെക്റ്റർ ആർ ഓഫ് യു വി ഈക്വൽ ടു ജനറലി എ യൂണിറ്റിൻ്റെയാണ് പഠിച്ചിട്ടുള്ളത്. ഇവിടെ എ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമുക്ക് സൈൻ യു കോസ് വി എ സൈൻ യു കോസ് വി ഐ പ്ലസ് എ സൈൻ യു സൈൻ വി ജെ പ്ലസ് കോസ് എ കോസ് യു കെ എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എ എന്നുള്ളത് 1 ആയതുകൊണ്ട് സൈൻ യു സൈൻ വി കെ പ്ലസ് കോസ് സൈൻ യു സൈൻ വി ജെ പ്ലസ് കോസ് യു കെ. ഇതാണ് ഈ സർഫസിൻ്റെ പാരാമീറ്റർ വെക്റ്റർ ഫോം. അതല്ലെങ്കിൽ ഈക്വലൻ്റ്ലി പാരാമെട്രിക് ഫോം വിത്ത് പാരാമീറ്റർ ഡൊമൈൻ സെറ്റ് ഓഫ് ഓർഡേഡ് പെയർ യു വി സച്ച് ദാറ്റ് യുവിൻ്റെ വേരിയേഷൻ 0 to പൈയും വിയുടെ വേരിയേഷൻ 0 to 2 പൈയും നമുക്ക് കാണാണ്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. സ്ഫിയറിൻ്റെ കേസിൽ അതിൻ്റെ വെക്റ്റർ ഫോം നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ പാരാമെട്രിക് ഫോം അറിഞ്ഞിരിക്കേണ്ടതാണ് വിത്ത് പാരാമീറ്റർ ഡൊമൈൻ ഡിയും. ദെൻ സെക്കൻഡ് കേസിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അവിടെ സർഫസ് ഇൻ്റഗ്രൽ ഓവർ എഫ് ഡോട്ട് ഡി എസ് ഇവാലുവേറ്റ് ചെയ്യുവാൻ യൂസ് ചെയ്യുന്നത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ഡി. ഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. എഫ് ഓഫ് ആർ ഓഫ് യു വി ഡോട്ട് വെക്റ്റർ ആർ യു ക്രോസ് ആർ വി ഡി എ. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ എഫ് ഓഫ് ആർ ഓഫ് യു വിയും ആവശ്യമുണ്ട്. അതുപോലെ തന്നെ വെക്റ്റർ ആർ യു ക്രോസ് ആർ വിയും ആവശ്യമുണ്ട്. വെക്റ്റർ ആർ യു പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ആർ വിത്ത് റെസ്പെക്ട് ടു യു. കോസ് വി കോൺസ്റ്റൻ്റ് ആണ്. സൈൻ യുവിൻ്റെ കോസ് യു എന്ന് വരും. കോസ് യു കോസ് വി ഐ. ദെൻ ഇവിടെ സൈൻ യുവിൻ്റെ കോസ് യു സൈൻ വി കോൺസ്റ്റൻ്റ് ആണ്. കോസ് യു സൈൻ വി ജെ. കോസ് യുവിൻ്റെ
മൈനസ് സൈൻ യു കെ. ഇതേപോലെ ആർ വി ചെയ്യുമ്പോൾ സൈൻ യു കോൺസ്റ്റന്റ്, കോസ് വിയുടെ മൈനസ് സൈൻ വി, സൈൻ യു സൈൻ വി മൈനസ് സൈൻ യു സൈൻ വി ഐ. ഇവിടെ സൈൻ വിയുടെ കോസ് വി, സൈൻ യു അതുപോലെ കോൺസ്റ്റന്റ്, സൈൻ യു കോസ് വി ജെ പ്ലസ് കോസ് വ്യൂവിൻ്റെ അവിടെ വിയുടെ ടൈംസ് ഒന്നും ഇല്ല, 0 കെ. ഇനി നമുക്ക് ഇവരുടെ ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. വെക്റ്റർ ആർ യു ക്രോസ് വെക്റ്റർ ആർ വി. അതിനുവേണ്ടി ഡിറ്റർമിനൻറ്റ് ഐ ജെ കെ. ആർ യുവിൻ്റെ കമ്പോണൻസ് കോസ് യു കോസ് വി, കോസ് യു സൈൻ വി മൈനസ് സൈൻ യു. ദെൻ ആർ വിയുടെ കമ്പോണൻസ് മൈനസ് സൈൻ യു സൈൻ വി, സൈൻ യു കോസ് വി 0. ഡിറ്റർമിനൻറ്റ് സാധാ പോലെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഐ കമ്പോണൻറ്റ് നമുക്ക് വരുന്നത് കോസ് യു സൈൻ വി ഇൻറ്റു 0 മൈനസ് സൈൻ യു ഇൻറ്റു സൈൻ യു കോസ് യു. അപ്പോൾ സൈൻ സ്ക്വയർ യു കോസ് വി ഐ. ദെൻ മൈനസ് ജെ കമ്പോണൻറ്റ് വരുമ്പോൾ കോസ് യു കോസ് വി ഇൻറ്റു 0 മൈനസ് സൈൻ യു ഇൻറ്റു മൈനസ് സൈൻ യു സൈൻ വി. അപ്പോൾ സൈൻ യു സൈൻ സ്ക്വയർ യു സൈൻ വി. ഓൾറെഡി ഒരു മൈനസ് കൂടി ഉണ്ട്, ജെ. ദെൻ കെ കമ്പോണൻറ്റിലേക്ക് വരുമ്പോൾ കോസ് യു സൈൻ യു ഇൻറ്റു കോസ് സ്ക്വയർ വി പ്ലസ് മൈനസ് കൂടി പ്ലസ് ആവും, കോസ് യു സൈൻ വി ഇൻറ്റു സൈൻ സ്ക്വയർ വി, കോസ് യു സൈൻ യു ഇൻറ്റു സൈൻ സ്ക്വയർ വി കെ. ഇനി കെ കമ്പോണൻറ്റിലേക്ക് ശ്രദ്ധിക്കാം. അവിടെ കോസ് യു സൈൻ യു കോമൺ ആയിട്ട് എടുത്താൽ കോസ് സ്ക്വയർ വി പ്ലസ് സൈൻ സ്ക്വയർ വി അത് 1 ആണ്. സോ നമുക്കിതുപോലെ കിട്ടും സൈൻ സ്ക്വയർ യു കോസ് വി ഐ പ്ലസ് സൈൻ സ്ക്വയർ യു സൈൻ വി ജെ പ്ലസ് കോസ് യു സൈൻ യു കെ. ഇനി എഫ് ഓഫ് ആർ ഓഫ് യു വി കണ്ടുപിടിക്കണം. എഫ് ഓഫ് ആർ ഓഫ് യു വി അതായത് എഫ് ഓഫ് എക്സ് വൈ സെഡ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. വൈ ഐ പ്ലസ് എക്സ് ജെ പ്ലസ് 2z കെ. അതിൽ എക്സിന് പകരം സൈൻ യു കോസ് വി, വൈക്ക് പകരം സൈൻ യു സൈൻ വി, ദെൻ സെഡിന് പകരം കോസ് യു. അപ്പോൾ ഇത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുമ്പോൾ എഫ് ഓഫ് ആർ ഓഫ് യു വി നമുക്കിതുപോലെ കിട്ടും. സൈൻ യു സൈൻ വി അവിടെ വൈ ആണ് ഐ പ്ലസ് അടുത്തത് എക്സ് ജെ ആണ്, സൈൻ യു കോസ് വി ജെ പിന്നെ 2z ആണ്, അപ്പോൾ 2 കോസ് യു കെ. ഇനി നമുക്ക് ഇതാണ് വെക്റ്റർ ആർ യു ക്രോസ് വെക്റ്റർ ആർ വി. ഈ രണ്ട് വെക്റ്റേഴ്സിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കണം. എഫ് ഓഫ് ആർ ഓഫ് യു വി ഡോട്ട് വെക്റ്റർ ആർ യു ക്രോസ് ആർ വി. നമുക്കറിയാം a1i പ്ലസ് b1j പ്ലസ് c1k ഡോട്ട് a2i പ്ലസ് b2j പ്ലസ് c2k. a1i പ്ലസ് b1j പ്ലസ് c1k ഡോട്ട് a2i പ്ലസ് b2j പ്ലസ് c2k ചെയ്യുമ്പോൾ a1 a2 പ്ലസ് b1 b2 പ്ലസ് c1 c2 ആണ്. അപ്പോൾ നമുക്കിവിടെ a1ൻ്റെ പ്ലേസിൽ ഇത് മുഴുവൻ ഉണ്ട്, b1ൻ്റെ പ്ലേസിൽ ഇത്, c1ൻ്റെ പ്ലേസിൽ ഇത്, ഇത് a2 ഇത് b2 ഇത് c2. സോ ഇത് ഇൻറ്റു ഇത്. അപ്പോൾ സൈൻ ക്യൂബ് യു അവിടെ ഓൾറെഡി സൈൻ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു സൈൻ യു കോസ് വി സൈൻ വി പ്ലസ് ഇവിടെയും സൈൻ ക്യൂബ് യു കോസ് വി സൈൻ വി പ്ലസ് 2 കോസ് സ്ക്വയർ യു
സൈൻ യു. അപ്പോൾ ഇവിടെ രണ്ട് ടേം സെയിം ആണ്. അപ്പോൾ 2 ഇൻറ്റു സൈൻ ക്യൂബ് യു പ്ലസ് കോസ് വി സൈൻ വി എന്ന് കിട്ടും. ഇവിടെയും 2 ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി 2 കോമൺ ആയിട്ട് എടുക്കുന്നു. സൈൻ ക്യൂബ് യു കോസ് വി സൈൻ വി പ്ലസ് കോസ് സ്ക്വയർ യു സൈൻ യു. ഇനി നമുക്ക് സർഫസ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. ഡിയുടെ വാരിയേഷൻ നമുക്കറിയാം, 0 to π ആണ് യുവിൻ്റെ വാരിയേഷൻ, 0 to 2π ആണ് വിയുടെ വാരിയേഷൻ. സോ സർഫസ് ഇൻ്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് ഡി എസ് ഈക്വൽസ് ഇൻ്റഗ്രൽ 0 to 2π വിയുടെ ലിമിറ്റ്, ഇൻ്റഗ്രൽ 0 to π അത് യുവിൻ്റെ ലിമിറ്റ്. ഇൻ്റഗ്രാൻഡ് 2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സൈൻ ക്യൂബ് യു കോസ് വി സൈൻ വി പ്ലസ് കോസ് സ്ക്വയർ യു സൈൻ യു ഡി യു ഡി വി. അപ്പോൾ ആദ്യത്തെ കേസിൽ കോസ് വി സൈൻ വി വിത്ത് റെസ്പെക്ട് ടു യു ചെയ്യുമ്പോൾ സൈൻ വി കോസ് വി നമ്മൾ ഇൻ്റഗ്രേഷൻ ഒന്ന് ലിമിറ്റ് തിരിക്കാം, ഒന്നുകൂടി എളുപ്പം അതായിരിക്കും. 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π 0 to 2π സൈൻ ക്യൂബ് യു കോസ് വി സൈൻ വി പ്ലസ് കോസ് സ്ക്വയർ യു സൈൻ യു ഡി വി ഡി യു. വിത്ത് റെസ്പെക്ട് ടു യു ചെയ്യുന്നതായിരിക്കും, വിത്ത് റെസ്പെക്ട് ടു വി ആദ്യം ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി എളുപ്പം. ഇല്ലെങ്കിൽ സൈൻ ക്യൂബിനെ മാറ്റിയാൽ മതി. അപ്പം അതിനും എളുപ്പം ഇങ്ങനെയായിരിക്കും. 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π ഇൻ്റഗ്രൽ 0 to 2π ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സൈൻ ക്യൂബ് യു കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഇത് കോസ് വി സൈൻ വി എന്നുള്ളത് സൈൻ 2v/2 ആണ്, അതായത് 1/2 സൈൻ 2v ആണത്. സോ അതിൻ്റെ ഇൻ്റഗ്രല് 1/2 മൈനസ് കോസ് 2v/2. ദെൻ അടുത്ത കേസിൽ വരുമ്പോൾ കോസ് സ്ക്വയർ യു സൈൻ യു കോൺസ്റ്റൻ്റ് ആണ്. വിത്ത് റെസ്പെക്ട് ടു വി ചെയ്യുമ്പോൾ കോസ് സ്ക്വയർ യു സൈൻ യു ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇൻറ്റു വി, അപ്പോൾ കോൺസ്റ്റൻ്റ് ഇൻറ്റു വി ആയിരിക്കും അതിൻ്റെ ഇൻ്റഗ്രൽ വരുന്നത് 0 to 2π. അപ്പോൾ നമുക്ക് യുവിന് പകരം വിക്ക് പകരം 2πയും അതുപോലെ തന്നെ 0യും അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യാനുണ്ട്. 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് -1/4 സൈൻ ക്യൂബ് യു ഇൻറ്റു കോസ് 2vയിലെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ കോസ് 4π മൈനസ് കോസ് 0 പ്ലസ് കോസ് സ്ക്വയർ യു സൈൻ യു ഇൻറ്റു 2π മൈനസ് 0 ഡി. ഇനി നോക്കാം, കോസ് 4π 1 ആണ്, കോസ് 0യും 1 ആണ്. സോ 1 മൈനസ് 1 0. അപ്പോൾ ആ ടേം അങ്ങോട്ട് ക്യാൻസൽ ആയിട്ട് പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഇൻ്റഗ്രേഷൻ്റെ ഓർഡർ ഒന്ന് റിവേഴ്സ് ചെയ്തത്. ഇതല്ലെങ്കിൽ നമുക്കിവിടെ സൈൻ ക്യൂബ് യുവിന് പകരം സൈൻ 3xൻ്റെ ഫോർമുല, അതായത് സൈൻ 3uൻ്റെ ഫോർമുലയിൽ നിന്നും അതിനെ റീപ്ലേസ് ചെയ്തിട്ട് വേണം അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. അപ്പോൾ അത് കുറച്ചും കൂടിയും കോംപ്ലിക്കേറ്റഡ് ആണ്. ഇൻ്റഗ്രേഷൻ്റെ ഓർഡർ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നുകൂടിയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഇത് 1 ആണ്, ഇതും 1 ആണ്. 1 മൈനസ് 1 0 ആയിട്ട് പോകും. അപ്പോൾ ഈ ടേം മൊത്തം ക്യാൻസൽ ആയിട്ട് പോകും. അപ്പോൾ ബാക്കി നമുക്ക് അവിടെ ഉണ്ടാവുക 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π ആണ്, ഇൻ്റഗ്രൽ 0 to π. ഈ ഒരു ടേം അവിടെ ബാക്കി ഉണ്ടായിരിക്കും. അവിടെ 2π കോൺസ്റ്റൻ്റ് ആണ്. 2π ഇൻറ്റു കോസ് സ്ക്വയർ യു സൈൻ യു ഡി യു.
ദെൻ അതിലത്തെ കോൺസ്റ്റൻ്റ് ആണ് 2π. അത് പുറത്തേക്ക് എടുക്കുമ്പോൾ 4π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π cos സ്ക്വയർ u sin u du. ഇനി കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ യു ആണ്. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. യു ഓൾറെഡി യൂസ് ചെയ്തു. പുട്ട് ടി ഈക്വൽ ടു കോസ് യു. അപ്പോൾ ഡി ടി ബൈ ഡി യു മൈനസ് സൈൻ യു. നമുക്ക് അവിടെ ഉള്ളത് സൈൻ യു ഡി യു ആണ്. അപ്പോൾ സൈൻ യു ഡി യുവിന് പകരം മൈനസ് ഡി ടി. ഇനി ലിമിറ്റ് ചേഞ്ച് ചെയ്യാം. യു 0 ആകുമ്പോൾ ടി ഈക്വൽ ടു കോസ് 0 1 എന്ന് കിട്ടും. യു ഈക്വൽ ടു പൈ ആകുമ്പോൾ ടി ഈക്വൽ ടു കോസ് പൈ മൈനസ് 1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 1 to -1 ആണ്. വലുതിൽ നിന്നും ചെറുതിലേക്കാണ്. അത് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൈനസും കൂടി ഉണ്ട്. അതും കൂടി അപ്ലൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ സ്റ്റെപ്പും കൂടി എഴുതാം. 4π ഇൻറ്റു ഇൻ്റഗ്രൽ 1 to -1. ഒരു മൈനസ് ഉണ്ട്. ആ മൈനസ് ഡി ടിയുടെ ആ മൈനസ് പുറത്തുണ്ട്. കോസ് സ്ക്വയർ യുവിന് പകരം കോസ് യു ആണ് ടി. ടി സ്ക്വയർ ഡി ടി. ആ മൈനസ് ഇവിടേക്ക് കൊടുക്കുമ്പോൾ 4π ഇൻറ്റു ഇൻ്റഗ്രൽ -1 to 1 ടി സ്ക്വയർ ഡി ടി. അപ്പോൾ ടി ക്യൂബ് ബൈ 3 എന്ന് കിട്ടും. 4π ഇൻറ്റു ടി ക്യൂബ് ബൈ 3 -1 to 1 ആണ് അപ്പർ ലിമിറ്റ്. 4π ബൈ 3 1 ക്യൂബ് 1 തന്നെ -1ൻ്റെ ക്യൂബ് പ്ലസ് 1 എന്ന് കിട്ടും. സോ 4π ബൈ 3 ഇൻറ്റു 2. അപ്പോൾ 8π ബൈ 3 എന്ന് കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. അപ്പം ഇങ്ങനെയാണ് പാരാമെട്രിക് ഫോം അതല്ലെങ്കിൽ വെക്റ്റർ ഫോം അറിയാമെന്നുണ്ടെങ്കിൽ സർഫസ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്.